ജോൺ വിക്ക് കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ദ മാൻ ഫ്രം നോവെയർ എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. ഈ രണ്ട് സിനിമകൾ ഒരു ബ്ലെൻഡറിലിട്ട് ഹൈ സ്പീഡിൽ അടിച്ച് എങ്ങനെ ഉണ്ടാവും, അമ്മാതിരി എക്സ്പീരിയൻസ് ആണ് ഫ്യൂരിയസ് എന്ന സിനിമ എനിക്ക് പേഴ്സണലി തന്നത്. സത്യം പറയാല, ഞാൻ എൻ്റെ ഹോൾ ലൈഫിൽ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ മൂവീസിൽ ഒന്നാണ് ഫ്യൂരിയസ്. ഞാൻ ഈ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ അഡ്രിനാലിൻ റഷ് ചെയ്ത എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. அந்த ലെവലിലാണ് ഈ പടം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പടത്തിന്റെ സ്റ്റോറിയെ പറ്റി കൂടുതൽ പറയാനില്ല. നമ്മുടെ റോക്കി ഹാൻസം, ബോളിവുഡ് റോക്കി ഹാൻസം, അല്ലെങ്കിൽ അതിൽ ഒറിജിനൽ മാൻ ഫ്രം നോവെയറിനെ ഒരു സെയിം ടെംപ്ലേറ്റ് ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ മോളെ കടത്തിക്കൊണ്ട് പോകുന്നു, അച്ഛൻ പുറകെ പോകുന്നു. പക്ഷെ നമ്മൾ സ്റ്റോറി നോക്കിയല്ല പോണത്. ഈ ഒരു പാടത്തിന്റെ എക്സിക്യൂഷൻ, അതേപോലെ ഇതിന്റെ ആക്ഷൻ, കങ്ഫു, മുവാങ് തായ്, കരാട്ടെ, തായ്ക്കൊണ്ടോ, ജൂഡോ എന്നീ എല്ലാ മാർഷൽ ആർട്സും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. ഒരു മാർഷൽ ആർട്സ് ലവേഴ്സിന് ഒരു ഫീസ്റ്റ് തന്നെയാണ് ഈ ഒരു പടം. ഇതിൽ ഓരോ ഫൈറ്റിനും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഒരു മാർഷൽ ആർട്സ് ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രയും ബ്രൂട്ടൽ, അത്രയും വയലന്റ്, അത്രയും വൈൽഡ്, അത്രയും എന്റർടൈനിങ് ആയ ഒരു ചൈനീസ് ആക്ഷൻ പടമാണ് ഈ ഒരു ആക്ഷനിൽ നിന്ന് അടുത്ത ആക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും കൗതുകത്തോടാണ് കാത്തിരിക്കുന്നത്. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫീസ് ഇൻസെയിൻ തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ ആക്ടേഴ്സ് കൊടുത്തിരിക്കുന്ന എഫേർട്ട്, അത് നെക്സ്റ്റ് ലെവൽ. ഇതിന്റെ സ്റ്റണ്ട് ഡിസൈൻ, ഇതിന്റെ CGI സപ്പോർട്ട്, അതേപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി എല്ലാം വേറെ ലെവൽ. ഒരു ആക്ഷൻ ഫെസ്റ്റിവൽ തന്നെയാണ് ഈ ഒരു സിനിമ. എനിക്ക് ആകെ ഒരു പോരായ്മ ഫീൽ ചെയ്തത് ഈ പടത്തിന്റെ ഒരു ഓപ്പണിംഗ് പോർഷൻസ് ആണ്. അവിടെ നമുക്കൊരു കുറച്ച് ലോജിക്കില്ലായ്മ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസിൽ ലോജിക്ക് വെക്കേഷൻ പോയൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ലോജിക്ക് നോക്കി അല്ല പോണത് ഈ ഒരു പടം. നമ്മൾ ആ ഒരു കിക്കാസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പടം കാണാൻ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ വേർഡിക്റ്റ്, സ്റ്റോറി നോക്കി പോകുന്നവർ പ്ലീസ് പോകരുത്, അങ്ങോട്ടേക്ക് മാറി നിൽക്കുക. ആക്ഷൻ മൂവി ലവേഴ്സ്, മാർഷൽ ആർട്സ് ലവേഴ്സ്, അതേപോലെ ഒരു എഡ്ജ് ഓഫ് സീറ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മൂവി. നിങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫേവററ്റ് ആക്ഷൻ സീക്വൻസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ്സിൽ ആഡ് ചെയ്യുക. ബട്ട് ട്രസ്റ്റ് മീ, യു വിൽ നോട്ട് ബി ഏബിൾ ടു ചൂസ് വൺ എമംഗ് ഓൾ ഓഫ് ദം.